കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച നമ്മുടെ സ്ഥാപനമാണ് ഹോബ്സ് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ LD ആയാലും PSC നടത്തുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പരീക്ഷയായിട്ടുള്ള LGS പരീക്ഷയായാലും അതുപോലെ തന്നെ LP-UP പരീക്ഷയായാലും അത്തരത്തിൽ CPO വുമൺ CPO പരീക്ഷയായാലും അത്തരത്തിലുള്ള വിവിധ പരീക്ഷകൾക്ക് ഏകദേശം ആദ്യ 100 റാങ്കുകളിൽ നമ്മുടെ കുട്ടികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ അത്തരത്തിലുള്ള മികച്ച അധ്യാപകരെ കൊണ്ട് അതുപോലെ തന്നെ സ്ഥാപനം നൽകുന്ന അതായത് പടവുകൾ ഉൾപ്പെടുന്ന മെറ്റീരിയൽ സംവിധാനങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ സ്ഥാപനത്തിലെ അത്തരത്തിലുള്ള സ്റ്റാഫുകൾ നൽകുന്ന നിർദ്ദേശങ്ങളും അവരുടെ പ്രയത്നവും കൊണ്ടൊക്കെ പ്രധാനമായിട്ടും നമുക്ക് അത്തരത്തിലുള്ള റിസൾട്ടുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥാപനം എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ അതായത് റിസൾട്ടുള്ള സ്ഥാപനം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതായത് നിയമനം ലഭിച്ച് ജോലി കിട്ടിപ്പോയ ആൾക്കാരുടെ എണ്ണം നോക്കി അത്തരത്തിൽ റിസൾട്ടുള്ള സ്ഥാപനം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണമെങ്കിൽ അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള പഠന നിലവാരം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഹോബ്സ് എപ്പോഴും മികച്ച അധ്യാപകരെയാണ് അത്തരത്തിൽ ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി നിലനിർത്തുന്നത്. അതുപോലെ തന്നെ അവരെ കൊണ്ട് മാക്സിമം അത്തരത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് നൽകാനും ഹോബ്സ് നിർദ്ദേശിക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ അത്തരത്തിലൊരു സ്ഥാപനം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഇതിൻ്റെ പഠനത്തിലേക്ക് പോകുമ്പോൾ വളരെ വിശദമായിട്ടുള്ള പഠനം, അതായത് PSC കൃത്യമായിട്ട് സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് സിലബസിന് പുറത്തുനിന്ന് പഠിക്കാതെ, ഈ അടുത്ത് നടന്ന പരീക്ഷകൾക്കെല്ലാം സിലബസിന് അകത്തു നിന്നാണ് PSC ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിലബസ് അറിഞ്ഞ് സിലബസ് കൃത്യമായി പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് അവിടെ മുതൽ പഠനം തുടങ്ങുക. PSCയുടെ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത് സ്കൂൾ അധ്യാപകരാണ്. അതൊന്ന് ശ്രദ്ധയിൽ നിങ്ങൾ വെച്ചിരിക്കണം. സ്കൂൾ അധ്യാപകർ ഒരിക്കലും റാങ്ക് ഫയൽ ചൂസ് ചെയ്യില്ല. അവർ ചൂസ് ചെയ്യുന്നത് സ്കൂൾ പാഠപുസ്തകമാണ്, അവരുടെ കയ്യിലുള്ള ടീച്ചേഴ്സ് ഹാൻഡ് ടെക്സ്റ്റ് ആണ്, കൂടാതെ ചരിത്ര പുസ്തകങ്ങളുമാണ്. അപ്പോൾ സ്കൂൾ പാഠപുസ്തകം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. മാറിയ സ്കൂൾ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ. പിന്നീട് ഹിസ്റ്ററി, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, ജോഗ്രഫി തുടങ്ങിയ ബേസുകളിലുള്ള ടെക്സ്റ്റുകളുണ്ട്. അതായത് പല ചരിത്രകാരന്മാരെഴുതിയ, അതല്ലെങ്കിൽ പ്രധാനമായിട്ടും അത്തരത്തിൽ ഡിഗ്രി ലെവലിൽ അവർക്ക് പഠിക്കാൻ കൊടുക്കുന്ന ആ ടെക്സ്റ്റുകൾ കൃത്യമായിട്ട് വായിക്കുക, പഠിക്കുക. പിന്നീട് നമ്മൾ ഡെയിലി പത്രം വായന ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു പോവുക. അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ, ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ ടോപ്പിക്ക് വൈസായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾ പഠനം കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത ആ പരീക്ഷയെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു രീതി, നമ്മുടെ ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇവിടെ തരുന്ന നോട്ട്സുകൾ, അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മറ്റു ഉദ്യോഗാർത്ഥികളെ പോലെ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ മാർക്ക് വിഭജനം എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാർക്ക് മാത്സ്, 20 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മലയാളം, 50 മാർക്കാണ് ആ ടോപ്പിക്കിൽ നിന്ന് തന്നെ ഉള്ളത്. പിന്നീട് ഹിസ്റ്ററി 10, അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ സ്പോർട്സ് 10, സിവിക്സ് 5, അതുപോലെ തന്നെ ജോഗ്രഫി 5, എക്കണോമിക്സ് 5, കോൺസ്റ്റിറ്റ്യൂഷൻ 5,